പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മളെ ഈ ദേവാലയത്തിലേക്ക് ഒരുമിച്ച് ഇന്ന് കൂട്ടിയിരിക്കുന്നത് ജയിലറകളിൽ കഴിയുന്ന ഓരോ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 22 വാക്യം ഇപ്രകാരം പറയുന്നു: വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്. ഈ വാഗ്ദാന പ്രകാരമാണ് പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് ജയിലറയിൽ കഴിയുന്ന ഓരോ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 12 അധ്യായം 6 വാക്യം മുതൽ ഒരു സംഭവം വിവരിച്ചിട്ടുണ്ട്. പത്രോസ് ജയിൽ ബന്ധനത്തിൽ കഴിയുന്ന സമയത്ത് അന്നത്തെ വിശ്വാസ സമൂഹത്തിൽപ്പെട്ട കുറേ പേർ ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടി പത്രോസിൻ്റെ മോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ അവരുടെ പ്രാർത്ഥന മൂലം ദൈവം അവിടെ പ്രത്യേകമായി ഇടപെടുകയും ആ ജയിലിൽ നിന്ന് പത്രോസിനെ അത്ഭുതകരമായ വിധത്തിൽ മോചിപ്പിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആ കൂട്ടായ്മയും അതുപോലെ തന്നെ അവരുടെ വിശ്വാസവും ഒപ്പം തന്നെ അവരുടെ ദാഹവുമാണ് ദൈവത്തിൻ്റെ ഇടപെടൽ അപ്രകാരം ഉണ്ടാകാൻ ഇടവരുത്തിയത്. നമുക്കും കർത്താവിൻ്റെ ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, കർത്താവിനെയാണ്, പരിശുദ്ധാത്മാവിനെ ആണ് ഈ വലിയ തിന്മകളിൽ നിന്നെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരെ തിന്മകളിൽ നിന്നെല്ലാം മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല, പ്രാർത്ഥിക്കാനായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരിലേക്കും നമ്മുടെ ഹൃദയങ്ങളിലേക്കും ദൈവത്തിൻ്റെ ഈ വാഗ്ദാനത്തിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ആ ഈരടികൾ പാടിക്കൊണ്ട് നമുക്ക് ആഗ്രഹത്തോടും ദാഹത്തോടും കൂടെ നമുക്ക് ഈരടികളെ പാടി പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി പ്രാർത്ഥിക്കാം. ചേർന്ന് പാടി: ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ ആഴമായ വിശ്വാസം രൂപപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ വിശ്വാസം തരുന്നത് പരിശുദ്ധാത്മാവാണ്. മർക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 24 വാക്യം: പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, ലഭിക്കുക തന്നെ ചെയ്യും. വരദാനങ്ങൾ എന്നിൽ ചൊരിയണമേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നിന്നുടെ വരദാനങ്ങൾ എന്നിൽ ചൊരിയണമേ. ലോകശക്തിയെ ജയിച്ചിടുവാനാ വിൺമഴ പൊഴിക്കണമേ. വിശ്വാസത്തിന്റെ വലിയ കൃപ ലഭിക്കുന്നതിന് വേണ്ടി ശക്തിയെ ജയിച്ചിടുവാനാ വിൺമഴ പൊഴിക്കണമേ. പാവനാത്മാവേ, എൻ ജീവദായ
ഹൃദയത്തിൽ ഇറങ്ങി നീവാ നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ ഇറങ്ങി നീവാ നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. തടവറയിൽ കഴിയുന്ന ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി തന്നെ നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൻ്റെ ആ 2-ാം ഭാഗം നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയാലല്ല, അങ്ങയുടെ മഹത്തായ കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ്. ഒരിക്കൽ കൂടി നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതി കൊണ്ടല്ല, അങ്ങയുടെ കരുണയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ്. കർത്താവിൻ്റെ കരുണ നമ്മൾ പ്രാർത്ഥിക്കുന്ന മേഖലകളിലേക്കെല്ലാം ഒഴുകി ഇറങ്ങുന്നതിന് വേണ്ടി നമുക്ക് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് അല്പനേരം സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, വിശ്വാസത്തിൻ്റെ വലിയ കൃപ തരണമേ. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള വലിയ വിശുദ്ധിയും വിശ്വാസവും ഞങ്ങൾക്ക് തരണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജയിലിൽ കഴിയുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി നമ്മൾ, ഓരോ കുറ്റവാളികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കൊലപാതകം, മോഷണം എന്നിവ തൊഴിലാക്കി അതിൽ നിന്നൊരു മാറ്റവുമില്ലാതെ ആ കുറ്റകൃത്യത്തിൽ മാത്രം കഴിയുന്ന ഒത്തിരി കുറ്റവാളികൾ ജയിലറയിൽ കഴിയുന്നുണ്ട്. അവരാരും ജനിക്കുമ്പോൾ കുറ്റവാളികളാകുന്നവരല്ല. അവരുടെ കുടുംബ പശ്ചാത്തലവും അവരുടെ ജീവിത സാഹചര്യങ്ങളും സമൂഹത്തിലുള്ള അവരുടെ ഒറ്റപ്പെടുത്തലുകളെല്ലാം ഒരുപക്ഷെ അതിന് കാരണമായേക്കാം. എങ്കിലും പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടിയും ഓരോ കുറ്റവാളികൾക്ക് വേണ്ടിയുമാണ് കർത്താവ് തൻ്റെ അവസാന തുള്ളി രക്തം ചിന്തി വീണ്ടെടുത്തത്. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവരെ വിധിക്കാൻ നമുക്കൊരു കാരണവശാലും അവകാശമില്ല. പ്രിയപ്പെട്ടവരെ, അവരെല്ലാം നമ്മളിപ്പോൾ ഓർക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജയിലറയിൽ കഴിയുന്ന കൊടും കുറ്റവാളികളായ ഓരോ വ്യക്തികളെയും വ്യക്തികളിലേക്കും കർത്താവിൻ്റെ ആത്മാവിൻ്റെ വലിയ വ്യാപരിക്കലുണ്ടാകാൻ, വലിയ മാനസാന്തരമുണ്ടാകാൻ, അനുതാപത്തിൻ്റെ വലിയ കൃപയൊഴുകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ രടികളെ പാടി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി നമുക്ക് അവരെ സമർപ്പിക്കാം. ഒരു മാനസാന്തരമോ അനുഭവമില്ലാതെ ഇതൊരു തൊഴിലാക്കി കഴിയുന്ന അങ്ങനെയുള്ള വ്യക്തികൾ, ആ സഹോദരങ്ങൾ, അവരെല്ലാം ഈശോയുടെ തിരുരക്തത്തിൻ്റെ വിശുദ്ധീകരണത്തിന് നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ് രൂപരഹിതമായ എല്ലാ അവസ്ഥകളെയും രൂപം നൽകി ക്രമപ്പെടുത്തുന്നത്. ഒരുപക്ഷെ അവരുടെ ദൈവത്തിൻ്റെ സ്നേഹമോ അറിയാത്തത് കൊണ്ടാകാം ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ തുടർന്നുകൊണ്ടുപോയി ജയിലറയിൽ കഴിയുന്നത്. ആ മക്കൾക്കെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ വ്യാപരിക്കൽ ഉണ്ടാകുവാനും വലിയ വിടുതൽ അങ്ങനെയുള്ള തിന്മയിൽ നിന്ന് ലഭിക്കുവാനും ഇടവരുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ വ്യാപരിക്കൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിനോട് ഒരിക്കൽ കൂടി നമുക്ക് ഈരടികളെ പാടി പ്രാർത്ഥിക്കാം. പാവനാത്മാവേ, എല്ലാവരും ചേർന്ന് പാടുന്നു. ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ
ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. പ്രിയപ്പെട്ടവരെ, ചില ബലഹീനതകൾ മൂലം കുറ്റവാളികളാകുന്നവരുണ്ട്. മനഃപൂർവ്വമല്ല, അവരുടെ ബലഹീനതകൾ അതിനടിമപ്പെട്ടുകൊണ്ട് ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയും ജയിലറയിലേക്ക് പോകുകയും ചെയ്യുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ മനഃപൂർവ്വമല്ല, അവരുടെ ബലഹീനത, ഏതോ തരത്തിലുള്ള ബലഹീനത അവരെ കുറ്റവാളികളാക്കുന്നു. അവരുടെ ആ ഹൃദയങ്ങളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ കടന്നു ചെന്നുകൊണ്ട് ആ ബലഹീനതകൾ ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുവാൻ, തുടർന്ന് അവർ ആ കുറ്റകൃത്യങ്ങളിൽ നിന്നെല്ലാം, അവിടെ ബലഹീനതകളിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ച് ദൈവത്തിൻ്റെ സ്വന്തമായി തീരുവാൻ ഇടവരുന്നതിന് വേണ്ടി നമുക്ക് ഈ രടികളെ ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ചില സാഹചര്യങ്ങളിൽപ്പെട്ട് കുറ്റകൃത്യങ്ങളിലേക്ക് അടിമപ്പെടുകയും ജയിലിലേക്ക് പോകുകയും ചെയ്യുന്ന, ജയിലറയിൽ കഴിയുന്ന വ്യക്തികളെ നമുക്ക് ഈ സമയം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവർ പ്രതീക്ഷിക്കാത്ത, അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള ചില സാഹചര്യങ്ങളിൽ പോയി പെടുകയും ചിലപ്പോൾ കൊലപാതകത്തിനോ മറ്റുള്ള പീഡനങ്ങൾക്കോ മോഷണത്തിനോ മറ്റു വലിയ കുറ്റകൃത്യങ്ങൾക്കെല്ലാം അടിമപ്പെട്ടുകൊണ്ട് ജയിലറയിൽ കഴിയുന്ന ഓരോ സഹോദരങ്ങളെയും നമുക്ക് ഈ സമയം ഓർക്കാം. പ്രിയപ്പെട്ടവരെ, നടക്കേണ്ട വഴി കാണിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ കുറവാണ് ഇങ്ങനെയുള്ള കെണികളിൽ പോയി പെട്ട് തിന്മയ്ക്ക് അടിമപ്പെടുന്നത്. നമുക്ക് അവരിലേക്കെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഒഴുകുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി ഈരടികളെ പാടി പ്രാർത്ഥിക്കാം. ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്തുകൊണ്ട് അത് അംഗീകരിക്കാനാകാതെ മനഃപൂർവ്വം ജയിലിൽ അടയ്ക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. സമൂഹത്തിന് നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അധികാരികളുടെ മേലും രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രത്തിൻ്റെ മുമ്പിലെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജയിലറയിൽ കഴിയുന്ന ഒരുപാട് സഹോദരങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരെല്ലാം നമുക്ക് ഓർക്കാം. കർത്താവ് അവരെ ഒരുക്കി, ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട്, മനുഷ്യമക്കളുടെ നന്മയ്ക്കായിട്ട് അവരെ ശുശ്രൂഷകളിലേക്ക് പറഞ്ഞു വിട്ടു. ഓരോ ശുശ്രൂഷകളിലേക്കും അതൊന്നും ചില തിന്മയുടെ ശക്തികൾക്ക് അംഗീകരിക്കാൻ പറ്റാതെ ജയിലിൽ അടയ്ക്കുന്ന അവരുടെ പ്രവർത്തനത്തെയും നന്മയെയെല്ലാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ജയിലിൽ അടയ്ക്കുന്ന ആ സംവിധാനം, അതിനെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ വ്യക്തികൾക്കെല്ലാം അവരെത്രയും പെട്ടെന്ന് അവരുടെയുള്ള നിരാശയും എല്ലാം വിട്ടുകൊണ്ട് ദൈവസ്നേഹത്തിൽ ജ്വലിച്ചുകൊണ്ട് ആദിമസഭയിലെ ക്രൈസ്തവർ ചെയ്തതുപോലെ തന്നെ വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകാനുള്ള വലിയ അഭിഷേകത്തിനായിട്ടും നമുക്ക് അവർക്ക് വേണ്ടി ഈ രടികളെ പാടി പ്രാർത്ഥിക്കാം. പാവനാത്മാവേ,
ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും പ്രിയപ്പെട്ടവരെ, ചിലരാൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ട് ചില കുറ്റകൃത്യങ്ങളിൽ പെടുകയും ജയിലിൽ ചെയ്യുന്ന ഓരോ സഹോദരങ്ങളെയും നമുക്ക് ഈ സമയം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ കരുണ അവരിലേക്കെല്ലാം ഒഴുകട്ടെ. ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ അവരിലേക്ക് ഒഴുകട്ടെ. അവരെ സത്യസന്ധതയും എല്ലാം മനസ്സിലാക്കി അവരോട് അവരിൽ ദൈവത്തിൻ്റെ കരുണ ചൊരിയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാ നിരാശകളും അവരുടെ എല്ലാ ഉത്കണ്ഠകളും വിട്ടുമാറി ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള വലിയൊരു തീരുമാനമെടുക്കാനുള്ള വലിയ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രടികളെ ഒരിക്കൽ കൂടി പാടി ആ സഹോദരങ്ങൾക്ക് വേണ്ടിയെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കെല്ലാം നമുക്ക് ഒരിക്കൽ കൂടി സഹോദരങ്ങളെല്ലാം ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമൂഹത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ഈ മേഖലകളിൽപ്പെട്ട എല്ലാ വ്യക്തികൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി യാചിക്കാം. കർത്താവായ ഈശോയെ, വിവിധതരമായ തെറ്റുകളിലകപ്പെട്ട് വിവിധ ജയിലുകളിൽ കഴിയുന്ന എല്ലാവർക്കും വലിയ മാനസാന്തരമുണ്ടാകുന്നതിനായിട്ട് കർത്താവെ, ഇനിയുള്ള കാലം അവരങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതിനായിട്ട് കർത്താവെ, അവരിൽ അവിടുത്തെ കരുണ ചൊരിയണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ഈശോയെ, കുറ്റം ചെയ്യാതെ നിരപരാധികളായിട്ട് ശിക്ഷിക്കപ്പെട്ട ജയിലറുകളിൽ കഴിയുന്ന അനേക മക്കളുണ്ട്. അവരോട് കരുണ കാണിക്കണമേ. അവരുടെ ജീവിതത്തിലേക്ക് ദാനിയേൽ എന്ന ബാലനിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതുപോലെ കർത്താവെ, അധികാരികൾ പ്രവർത്തിക്കാനും അവർക്ക് മോചനം ലഭിക്കുവാനും ഇടയാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇവരുടെ കുടുംബങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി കുടുംബങ്ങൾ, ജയിലിൽ കഴിയുന്നവരുടെ കുടുംബങ്ങൾ ഇപ്പോൾ അനാഥമായി കിടക്കുന്നുണ്ട്. മാതാപിതാക്കൾ, പ്രായം ചെന്ന മാതാപിതാക്കൾ, അനാഥരായ മക്കൾ, രോഗികളായ കുടുംബാംഗങ്ങൾ, ഇവരോടുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും നിറവേറ്റാൻ പറ്റാതെ ഇരിക്കുന്ന വളരെ ദയനീയമായ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, നിരാശയിൽ കഴിയുന്ന ആ കുടുംബങ്ങളിലേക്കെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യവും മാധ്യസ്ഥവും ഉണ്ടാകാൻ, വലിയ ആശ്വാസത്തിൻ്റെ, വലിയ ദൈവിക സംരക്ഷണത്തിൻ്റെ എല്ലാ കൃപകളും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഈടടികളെ നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. നീറുന്ന മാനസങ്ങൾ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് ചേർന്ന് പാടി. കണ്ണീരിൻ താഴ്വരയിൽ എല്ലാ ജയിലുകളിൽ കഴിയുന്ന എല്ലാ വ്യക്തികളുടെ കുടുംബങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടി അമ്മയെ സമീപിക്കാം. കേൾക്കണേ രോദനങ്ങൾ, കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ, നിന്ദിവ്യസുനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി നമ്മൾ ഈ വ്യക്തികളെയും കുടുംബങ്ങളെയും എല്ലാം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിനാണ് അവരെ മോചിപ്പിക്കുവാൻ, വ്യത്യാസപ്പെടുത്തുവാൻ സാധിക്കുക. യേശയ്യായുടെ പ്രവചനം 49-24 വാക്യം, ശക്തനിൽ നിന്ന് ഇരയെയോ സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമയെയോ വിടിവിക്കാൻ കഴിയുമോ? കർത്താവ് പറയുകയാണ്, കഴിയും. കർത്താവിന് കഴിയും. കർത്താവിനെ അത് സാധിക്കുകയുള്ളൂ. കർത്താവിന് എല്ലാം സാധ്യമാണ്. എസെക്കിയേൽ 17:24, കർത്താവായ ഞാൻ ഉയർന്ന മരത്തിനെ താഴ്ത്തുകയും താഴ്ന്നതിനെ ഉയർത്തുകയും ചെയ്യുന്നു, പച്ചമരത്തെ ഉണക്കുകയും ഉണക്കമരത്തെ തളിർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവിന് ഇത് സാധ്യമാകും. എത്ര വലിയ കൊടും കുറ്റവാളിയാണെങ്കിലും, എത്ര വലിയ തിന്മയുടെ അടിമയത്തിൽ കഴിയുന്ന വ്യക്തികളായാലും കർത്താവ് വിചാരിച്ചാൽ അതെല്ലാം സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തികളെല്ലാം ഒരിക്കൽ കൂടി നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മിക്ക 7:19 ആ വചനം അവരിലെല്ലാം അന്വർത്ഥമാകാൻ ഇടവരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും. നമ്മുടെ പാപങ്ങളെ ആഴിയുടെ അഗാധങ്ങളിലേക്ക് തൂത്തെറിയും. ദൈവത്തിൻ്റെ വലിയ കരുണ ഈ വ്യക്തികളിലേക്കെല്ലാം, ജയിലിൽ കഴിയുന്ന ഓരോ വ്യക്തികളിലേക്കും ഒഴുകി ഇറങ്ങുന്നതിന് വേണ്ടി നമുക്ക് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട്, കർത്താവേ, ഈ വ്യക്തികളോട് കരുണ കാണിക്കണമേ. വലിയ അനുതാപവും മാനസാന്തരവും എല്ലാം നൽകി, പശ്ചാത്താപവും എല്ലാം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല മനുഷ്യരായി മാറുവാൻ, സമൂഹത്തിൻ്റെ നല്ല ഗുണം ചെയ്യുന്ന നന്മയുള്ള വ്യക്തികളായി മാറുവാൻ ഈ വ്യക്തികളെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നമ്മൾ ജയിലറിൽ കഴിയുന്നവരെയും അതുപോലെ തന്നെ എല്ലാ ജയിൽ അധികാരികളെയും നമ്മൾ സമർപ്പിക്കുകയാണ്. ഓരോരുത്തരും അവർക്ക് വേണ്ടതായിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുകൾ, നല്ല കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുവാൻ അവർക്കെല്ലാം സാധിക്കട്ടെ. തുടർന്ന് അവർ ജയിൽ മോചിതരായിട്ട് വന്ന് കുടുംബത്തിൻ്റെയും എല്ലാ ഉത്തരവാദിത്തങ്ങൾ ചെയ്യത്തക്ക രീതിയിലുള്ള പ്രാപ്തിയുള്ളവരായി മാറണം. ഒപ്പം തന്നെ സമൂഹത്തിന് നന്മയുള്ളവരായിട്ട് മാറുവാനും ഇടവരണം. അതിനുവേണ്ടിയെല്ലാം നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വൈദികൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. 121 സങ്കീർത്തനം 1 വാക്യം, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് തന്നെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നല്ല ദൈവമേ, നിന്റെ കരുണയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് വെക്കുന്നു. ഈ സമയം മുഴുവനും ഞങ്ങൾ പ്രാർത്ഥിച്ച നിയോഗങ്ങൾ, ഏറ്റവും പ്രത്യേകമായി ജയിലറകളിൽ വേദന അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളെയും നിന്റെ കരുണയുടെ കരങ്ങളിലേക്ക് നല്ല ദൈവമേ ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ നിന്റെ സ്നേഹം നിറയ്ക്കണമേ. സ്വർഗത്തിൻ്റെ കൃപകൾ, അഭിഷേകം നല്ല ദൈവമേ അവരിലേക്ക് നീ ചൊരിയണമേ. പാപത്തിൻ്റെ, തിന്മയുടെ അടിമത്തത്തിലായിരിക്കുന്ന സകല വ്യക്തികളെയും നിനക്ക് തരുന്നു, സമർപ്പിക്കുന്നു. ഈശോയെ, തിന്മകൾ ചെയ്തിട്ടും പാപം ചെയ്തിട്ടും അത് തിരിച്ചറിയാനോ തിരുത്താനോ കഴിയാതെ ആയിരിക്കുന്ന, മാനസാന്തരമില്ലാതെ ജീവിക്കുന്ന ജയിലറുകളിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും തരുന്നു. മാനസാന്തരത്തിൻ്റെ വലിയ കൃപ കർത്താവേ അവരിലേക്ക് നീ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം 3 അധ്യായത്തിൻ്റെ 7 വാക്യം, അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിതരാകും. വൈക്കോലിൽ തീപ്പൊരിയുന്നത് പോലെ അവർ കത്തിപ്പടരും. നല്ല ദൈവമേ, നിന്റെ സന്ദർശനത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിന്റെ സഹായത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവരുടെ മേൽ നിന്റെ വലിയ ഇടപെടൽ, കരുണ, കരുതൽ, കാവൽ നിറയപ്പെടാൻ വേണ്ടി നല്ല ഈശോയെ ഞങ്ങൾ ഈ സമയത്തൊന്നു ചേർന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നീ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ അവസാന വിധി ദിവസം ദൂതന്മാരോടൊപ്പം പ്രത്യക്ഷനാകുമ്പോൾ നല്ല ദൈവമേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ അങ്ങ് പറഞ്ഞു തന്ന യോഗ്യത, കാരാഗ്രഹത്തിലായിരുന്നവരെ അവരുടെ അടുത്ത് നീ ചെന്നു എന്നുള്ള ഒരു യോഗ്യത കൂടിയുണ്ടല്ലോ. രോഗികളെ സന്ദർശിച്ചു എന്നുള്ളതുണ്ടല്ലോ.
നല്ല ദൈവമേ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ആഗ്രഹങ്ങളുടെ മേൽ, പ്രാർത്ഥനകളുടെ മേൽ നീ ഇടപെടണമേ. അതുമൂലം ജയിലറുകളിലായിരിക്കുന്ന വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ മൂലം, അവരുടെ തിന്മ മൂലം അസ്വസ്ഥപ്പെട്ടു പോയിട്ടുള്ള സകല കുടുംബങ്ങൾ, വേദനിക്കുന്ന കുടുംബങ്ങൾ, അവരെ കൂടെ ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. അവരെയൊക്കെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച്, നിരപരാധികളായി ജയിലറുകളിൽ കഴിയുന്നവരെ കൂടെ ചേർത്ത് വെച്ച്, അവരുടെ മേൽ നല്ല ദൈവമേ നീ നിൻ്റെ കരുണയും സ്നേഹവും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.